ഹായ്, നിങ്ങളൊരു ഹാർഡ് കോർ സ്ട്രേഞ്ചർ തിങ്സ് ഫാനാണോ? സ്പോയിലേഴ്സ് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണോ? എന്നാൽ വിട്ടോട്ടോ. അല്ലാത്തൊരു ഇടവ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മുടെ സ്ട്രേഞ്ചർ തിങ്സിൻ്റെ പ്രീക്വലായിട്ടുള്ള ദ ഫസ്റ്റ് ഷാഡോ എന്ന സ്റ്റേജ് പ്ലേ ന്യൂയോർക്കിലെ ബ്രോഡ്വേയിൽ മാർക്കറ്റ്സ് തിയേറ്ററിലും ലണ്ടനിലെ ഫീനിക്സ് തിയേറ്ററിലും പ്ലേ ചെയ്യുന്നുണ്ട്. അതിൽ കുറച്ച് പ്രധാന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഈ പ്ലേ തുടങ്ങുന്നത് ഡോക്ടർ ബ്രണറിൻ്റെ ഫാദറായിട്ടുള്ള ബ്രണർ ഒരു USS എൽറിഡ്ജ് എന്ന് പറയുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ സയൻറ്റിസ്റ്റുകളും ഒരു ഷിപ്പിലിരുന്നു കൊണ്ട് ഒരു സ്ട്രോങ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡിൽ എങ്ങനെ ഒരു സബ്സ്റ്റൻസിനെ ഇൻവിസിബിൾ ആക്കാം എന്നതായിരുന്നു അവരുടെ എക്സ്പെരിമെൻറ്റ്. അങ്ങനെ അവർ ആ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവർ മുഴുവനായിട്ടും ഇൻവിസിബിളായി പോയി നമ്മുടെ ഡയമെൻഷൻ എക്സിലേക്ക് എത്തിപ്പെടുന്നുണ്ട്. അവിടെ നമ്മുടെ ഡെമോഗോർഗൻസ് ഉണ്ടായിരുന്നു. ഡെമോഗോർഗൻസിൻ്റെ അറ്റാക്കിൽ എല്ലാവരും മരണപ്പെട്ടു, ഡോക്ടർ ബ്രണറിൻ്റെ അച്ഛനൊഴികെ. പിന്നെ കുറേ നാളുകൾക്ക് ശേഷം ഡോക്ടർ ബ്രണറിൻ്റെ അച്ഛനും ആ ഷിപ്പും നമ്മുടെ റിയൽ വേൾഡിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ തിരിച്ചു വന്ന ഡോക്ടർ ബ്രണറിൻ്റെ അച്ഛൻ്റെ അകത്ത് മൈൻഡ് ഫ്ലെയറിൻ്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ പുള്ളിയുടെ ബ്ലഡ് ടൈപ്പിൽ എന്തോ ഒരു ചേഞ്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ട ഡോക്ടർ ബ്രണർ ആ ഫ്ലെയർ പാർട്ടിക്കിൾസുമായിട്ട് അടുത്ത എക്സ്പെരിമെൻറ്റ് നടത്തുകയാണ്. അമേരിക്കക്കാരാണല്ലോ എക്സ്പെരിമെൻറ്റ്സ് നടത്തുന്നത്. ഇതറിഞ്ഞ റഷ്യൻസ് അവരുടെ റഷ്യൻ സ്പൈയെ അവിടെ നിയമിക്കുന്നുണ്ട്. ഈ റഷ്യൻ സ്പൈ ആ മൈൻഡ് ഫ്ലെയർ പാർട്ടിക്കിൾസിനെ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിക്കുന്നു. ആ റഷ്യൻ സ്പൈ അങ്ങനെ ഒരു കേവിലെത്തുകയും ആ കേവിൽ വെച്ച് ഹെൻറിയെ കാണുകയും ഔട്ട് ഓഫ് കൺഫ്യൂഷൻ ഹെൻറി പുള്ളിനെ തട്ടി ആൻഡ് ഔട്ട് ഓഫ് ക്യൂരിയോസിറ്റി ആ പെട്ടി തുറന്നു നോക്കുകയും ചെയ്യും. അങ്ങനെ അതിൻ്റെ ഉള്ളിലെ മൈൻഡ് ഫ്ലെയർ പാർട്ടിക്കിൾസ് ഹെൻറിയുടെ അകത്തേക്ക് കയറി ഹെൻറിയെ ഏകദേശം ഒരു 16 മണിക്കൂറിലേക്ക് കാണാണ്ടാവുന്നുണ്ട്. പിന്നീട് തിരിച്ചു വരുന്ന ഹെൻറി സൈക്കിക് പവർ കിട്ടുകയും പുള്ളിയുടെ സ്വഭാവത്തിന് എന്തൊക്കെയോ മാറ്റങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹെൻറിയുടെ അമ്മ അപ്പം മുതലേ അത് നോട്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഹെൻറിയുടെ സ്കൂളിൽ ക്ലാസ്മേറ്റ് ആയിട്ടുള്ള എന്തോ ഒരു വഴക്കിൽ ഹെൻറി ആ ക്ലാസ്മേറ്റിൻ്റെ ക്യാറ്റിനെ കൊല്ലുന്നുണ്ട്. ആ പ്രശ്നം കൊണ്ടാണ് അവർ നെവാദ എന്ന് പറയുന്നവരുടെ നേറ്റീവിൽ നിന്നും ഹോക്കിൻസ് ഇൻഡ്യാനയിലേക്ക് എത്തുന്നത്. അവിടെ പുതിയ സ്കൂളിൽ, അതായത് ജോയ്സും ഹോപ്പറും കാരൻ, ടെഡ്, ഡസ്റ്റിൻ്റെ പേരൻസ്, ലൂക്കസിൻ്റെ പേരൻസ്, ബോബ്, ഇവരെല്ലാം പഠിക്കുന്ന സ്കൂളിലാണ് പുള്ളി ചേർന്നത്. വോളിയം 1 നമ്മൾ മാത്സ് ഹെൻറിയുടെ ഒരു മെമ്മറിയിൽ കണ്ട പോലെ അത് തന്നെ. അപ്പോൾ ബോബിൻ്റെ അച്ഛനാണ് അവിടെ പ്രിൻസിപ്പൾ. ബോബിനാണെങ്കിൽ ഒരു സിസ്റ്റർ ഉണ്ട്, അവളുടെ പേരാണ് പാറ്റി ന്യൂബെ. പക്ഷേ പാറ്റിയുടെ അമ്മ എവിടെയാണെന്ന് പാറ്റിക്ക് അറിയില്ല. പാറ്റിക്ക് അറിയാം അമ്മ ഒരു ഫേമസ് സിംഗറാണെന്നും പേരും അറിയാം. പക്ഷേ എവിടെയാണ് എങ്ങനെ കണ്ടുപിടിക്കണമെന്നൊന്നും പാറ്റിക്ക് അറിയില്ല. പാറ്റി ഇതുവരെ കണ്ടിട്ടില്ല. ആ സ്കൂളിലാകെ ജോയ്സും പാറ്റിയും മാത്രമാണ് ഹെൻറിനോട് കുറച്ച് നന്നായിട്ട് ബിഹേവ് ചെയ്യുന്നത്. ജോയ്സിനാണെങ്കിൽ ഒരു സ്കൂൾ ഡ്രാമ ടീമുണ്ട്. അപ്പോൾ ഒരു സ്കോളർഷിപ്പിന് വേണ്ടിയിട്ട് ഇവരൊരു പ്ലേ കണ്ടക്ട് ചെയ്യാൻ തീരുമാനിക്കും. അതിന് ഒരുപാട് പേരെ കാസ്റ്റ് ചെയ്യും. പക്ഷെ ലാസ്റ്റ് നമ്മുടെ ഹെൻറിയും പാറ്റി ആയിരിക്കും അതിൽ ലീഡായിട്ട് വരുന്നത്. ഇവൻച്വലി ദേ ക്രിയേറ്റ് എ ഗുഡ് ഫ്രണ്ട്ഷിപ്പ്, ലൈറ്റ് റിലേഷൻഷിപ്പ്. ഈ സമയത്തെല്ലാം ഹെൻറിയുടെ അമ്മ അവൻ്റെ പുതിയ ബിഹേവിയർ കൊണ്ട് ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഹെൻറിയുടെ അച്ഛനോട് വഴക്കുണ്ടാക്കും, ചികിത്സിക്കണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഡോക്ടർ ബ്രണറിനെ കൺസൾട്ട് ചെയ്യിപ്പിക്കുകയാണ് ഹെൻറിനെ. ഡോക്ടർ ബ്രണർ ആണെങ്കിൽ ഹെൻറിയുടെ ബ്ലഡ് ടൈപ്പിൽ കുറച്ച് സസ്പീഷ്യസ് ആയിട്ട് അവനെ വെച്ച് കുറേ എക്സ്പെരിമെൻറ്റ്സ് നടത്തും. അങ്ങനെ ഡോക്ടർ ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റിൽ ഡോക്ടർ അവനോട് ലാബ് റാറ്റിനെ കൊല്ലാൻ വേണ്ടി പറയും. പക്ഷേ ഹെൻറി അതിന് സമ്മതിക്കില്ല. പിന്നെ അവനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. അവൻ്റെ ഉള്ളിലെ ആ സൈക്കിക് പവർ ഓൺ ആവാൻ വേണ്ടി അവനെ മാക്സിമം പ്രൊവോക്ക് ചെയ്യാൻ നോക്കും. അങ്ങനെ ആ പ്രൊവോക്കേഷൻ്റെ ലാസ്റ്റ് ഭാഗമായിട്ട് അവൻ ആ സൈക്കിക് പവർ ഉപയോഗിച്ച് ഒരു റാറ്റിനെ കൊല്ലുന്നുണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള എക്സ്പെരിമെൻറ്റ്സിൽ ഡോക്ടർ മനസ്സിലായി അവന് ആൾക്കാരെ നേരിട്ട് കാണാതെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ കില്ലിംഗ് ആണ് അവൻ്റെ സൈക്കിക് പവറിനെ സ്പൈക്ക് ചെയ്യാനുള്ള ഒരു എലമെൻ്റ് എന്നും ഡോക്ടർ ബ്രണറിന് മനസ്സിലാവുകയാണ്. കുറച്ച് ദിവസത്തിന് ശേഷം ഒരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട്, ജീവനുള്ളൊരു മനുഷ്യനെ കൊണ്ടുവന്നിട്ട് അതിനെ കൊല്ലാനായിട്ട് ഹെൻറിയോട് ഡോക്ടർ ബ്രണർ പറയുന്നുണ്ട്. എന്നാൽ ഹെൻറി അത് സമ്മതിക്കില്ല. അപ്പോൾ ഡോക്ടർ ബ്രണർ പറയുന്നത് പുള്ളി ഒരു ജയിലിൽ താമസിക്കുന്ന ആളാണ്, ഇയാൾ എന്തായാലും മരിക്കാനുള്ള ആളാണ്, അതുകൊണ്ട് ഇയാളെ കൊല്ലുന്നതിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും ഹെൻറി സമ്മതിച്ചില്ല. പക്ഷേ നേരത്തെ ചെയ്ത പോലെ തന്നെ അവനെ മാക്സിമം പ്രൊവോക്ക് ചെയ്ത് അവൻ്റെ ഉള്ളിൽ ആ ഒരു ദുഷ്ടശക്തിയെ ഉണർത്തി ലാസ്റ്റ് ആ ദേഷ്യത്തിൻ്റെ പുറത്ത് അവൻ്റെ സൈക്കിക് പവർ അവനെ പോലും അറിയാതെ ഓണായി അവൻ ആ മനുഷ്യനെ കൊല്ലുന്നതും പിന്നെ ഡോക്ടർ ബ്രണറിനെ അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവിടെ നിന്ന് അവൻ രക്ഷപ്പെട്ട് നേരെ അവൻ വീട്ടിലേക്ക് ഓടുകയാണ് ചെയ്യുന്നത്. പക്ഷേ വീട്ടിലെത്തിക്കഴിഞ്ഞപ്പോൾ അമ്മ ഓൾറെഡി ഡോക്ടറിനെ ഇൻഫോം ചെയ്തു ആൾ വീട്ടിലുണ്ടെന്നുള്ള കാര്യം. അപ്പോൾ ഡോക്ടർ സ്ഥിരമായിട്ട് എന്നേക്കുമായിട്ട് നമ്മുടെ ഹെൻറിനെ ഡോക്ടർ എടുക്കുക എന്നുള്ള രീതിയിലാണ് അമ്മേനോട് സംസാരിച്ചത്. അപ്പോൾ ഒരു ഫൈനൽ ഫാമിലി ഗ്യാതറിംഗ് പോലെ അന്നൊരു ഡിന്നർ അമ്മ ഒരുക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി സിസ്റ്ററായിട്ടുള്ള ആലീസ് ചോദിക്കുകയും ഹെൻറിനെ എന്നേക്കുമായി ഡോക്ടർ കൊണ്ടുപോകുന്നു എന്ന ആലീസിനോട് അമ്മ പറയുന്നതും ഹെൻറി കേൾക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഷോയിൽ കണ്ട പോലെ ഹെൻറിയുടെ ഫുൾ ഫാമിലിയെ കൊല്ലുന്നത്. അവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഹെൻറി നേരെ ചെല്ലുന്നത് പാറ്റിയുടെ അടുത്തേക്കാണ്. ആ സമയത്താണ് ജോയ്സിൻ്റെ പ്ലേ സ്റ്റേജിൽ നടക്കുന്നത്. ഒരു സൈക്കിക് പവർ വഴി
ആ സമയത്ത് ഹെൻറി പാറ്റിക്ക് പാറ്റിയുടെ അമ്മ എവിടെയുണ്ടെന്നും എങ്ങനെ കണ്ടുപിടിക്കണമെന്നും കാണിച്ചു കൊടുക്കുന്നു. ഹെൻറിക്ക് അറിയാം തനിക്കിനി ഒരിക്കലും പാറ്റിയെ കാണാൻ കഴിയില്ലെന്നും പാറ്റിക്ക് ആകെ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽപ്പ് എന്ന് പറയുന്നത് ഇതാണെന്നും. ആ സമയം ഡോക്ടർ ബ്രണർ വന്ന് പാറ്റിയോട് ഹെൻറി മോൺസ്റ്റർ ആണെന്ന് പറയുന്നു. തന്നെ ആകെ സ്നേഹിക്കുന്ന മനസ്സിലാക്കുന്ന ഒരാളുടെ മുന്നിൽ തന്നെ മോൺസ്റ്റർ എന്ന് പറഞ്ഞപ്പോൾ ഹെൻറിക്ക് നല്ല ദേഷ്യം വന്നു. തുടർന്നുള്ള ഡോക്ടറിൻ്റെ ടോക്കിൽ അല്ലെങ്കിൽ ആ ഡോക്ടറിൻ്റെ പ്രൊവോക്കേഷനിൽ ഹെൻറി താൻ ഒരു മോൺസ്റ്റർ ആണെന്ന് സമ്മതിച്ച് ഡോക്ടറിനെ അറ്റാക്ക് ചെയ്യുന്നു. പക്ഷെ പുള്ളി എങ്ങനെയോ അതിൽ ഫെയിലായിട്ട് ഡോക്ടർ പുള്ളിയെ തിരിച്ച് ലാബിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ റെയിൻബോ റൂമിലിരിക്കുന്ന ലെവനെയാണ്. അവിടേക്ക് ഹെൻറി വരുന്നതും ലെവനോട് എന്തോ പറഞ്ഞ് ലെവൻ്റെ കൈയും പിടിച്ച് ബാക്ക് സ്റ്റേജിലേക്ക് പോകുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെ പോകുമ്പോൾ അവരുടെ ഓപ്പോസിറ്റുള്ള സ്ക്രീനിൽ ലെവൻ്റെ നേരെ അവളുടെ ഷാഡോയും ഹെൻറിയുടെ നേരെ മൈൻഡ് ഫ്ലെയറിൻ്റെ ഷാഡോയും നമുക്ക് കാണാം. യെസ്, ദ ഫസ്റ്റ് ഷാഡോ. അങ്ങനെയാണ് ആ പ്ലേ അവസാനിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ പാറ്റി ഫാദർ റിലേഷൻഷിപ്പ് അത് കുറച്ചൊരു കോംപ്ലക്സ് റിലേഷൻഷിപ്പ് ആയിരുന്നു. അതേപോലെ തന്നെ ജോയ്സ് ബോബ് ഹോപ്പർ റിലേഷൻഷിപ്പ്, പിന്നെ ഹോപ്പറും ഫാദറുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ജോയ്സിൻ്റെ പ്ലേയുടെ സീക്വൻസസ്, അതിലൂടെ എങ്ങനെയാണ് ഹെൻറിയുടെയും പാറ്റിയുടെയും റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നത്, അതേപോലെ കാരൻ ടെഡ്, പിന്നെ പാറ്റിക്ക് സൈക്കിക് പവർ കാണിച്ചു കൊടുക്കുന്നത്, പാറ്റിയുടെ ഫാദറിനെ അറ്റാക്ക് ചെയ്യുന്നത്, പാറ്റി എങ്ങനെ ഹെൻറിനെ ട്രസ്റ്റ് ചെയ്തു. അവർ രണ്ടുപേരും ആക്ച്വലി ഹോക്കിൻസ് വിടാൻ തന്നെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് പോയി പാറ്റിയുടെ അമ്മേനെ കാണുന്നതും പിന്നെ അവിടെ ജീവിക്കുന്നതും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഈ പ്രീക്വലിൻ്റെ കഥ അറിയാവുന്ന ആരും ഹെൻറിയെ ഒരു വില്ലനായിട്ട് പറയില്ല. ഹെൻറിയെ അങ്ങനെ ഡോക്ടർ ആക്കിയെടുക്കുകയല്ലേ ചെയ്തത്. വീഡിയോ അപ്പോൾ അത്രയേ ഉള്ളൂ. ഫിനാൽ എപ്പിസോഡിന് വേണ്ടി നിങ്ങൾ എത്ര എക്സൈറ്റഡ് ആണ്? ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. നിങ്ങൾക്ക് സ്ട്രേഞ്ചർ തിങ്സ് റെക്കമെൻഡ് ചെയ്ത ആ ഫ്രണ്ടിനെ ഇവിടെ മെൻഷൻ ചെയ്യും. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ആൻഡ് ഷെയർ ഇറ്റ്.